Annyeong Amis, welcome back to our family. Now we are in fantasy world. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജെക്കിയുടെ ഈ ഒരാഴ്ചത്തെ ലൈവ് അട്രോസിറ്റീസിനെ പറ്റിയിട്ടാണ്. കുറച്ചു നാളായിട്ട് കണ്ടന്റ് ഒന്നും ഇല്ലാണ്ടിരിക്കായിരുന്ന നമ്മുടെ അടുത്തേക്ക് ഒരു മാലാഖിയെ പോലെ കണ്ടന്റ് കൊണ്ടുവന്ന ആളാണ് നമ്മുടെ ജെക്കി. ഈ ഒരാഴ്ചയായി കണ്ടന്റോട് കണ്ടന്റ് ആയിരുന്നു നമുക്കൊക്കെ. നിങ്ങൾ കണ്ടന്റ് ഇല്ലാതെ ഇരിക്കുവാണോ? കുക്കിയോട് പറയണ്ടേ? ഇനി കുക്കിയോട് പറയണം കേട്ടോ. പേടിക്കണ്ട കുക്കി, ഞങ്ങൾ ഇനിയും ചോദിച്ചു വരും. പക്ഷേ ഈ ഹാങ് ഓവർ ഒന്ന് കഴിയട്ടെ. ക്യാൻജോ കുക്കിയിലെ നെയിം ഓപ്പണിംഗ് സീരീസിൽ തുടങ്ങി മിനി കൺസേർട്ടിൽ അവസാനിപ്പിച്ച വളരെ സംഭവബഹുലമായ ഒരാഴ്ചയായിരുന്നു ചെക്കിയുടെ ഈ ഒരാഴ്ചത്തെ ലൈവ്. സോ വെൽക്കം ടു ചെക്കീസ് 1 വീക്ക് അട്രോസിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെക്കിയുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നോർമൽ ആയിട്ടായിരുന്നു, പണ്ടത്തെ പോലെ തന്നെ. പക്ഷേ ഒരു പുതുമ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ക്യാൻജോ കുക്കിയില് നെയിം നോക്കലായിരുന്നു സ്റ്റാർട്ടിംഗ് ഒക്കെ. ആദ്യ ദിവസം നോക്കി കിട്ടിയില്ല, പിറ്റേ ദിവസം 2 വലിയ കവറിൽ ക്യാൻജോ കുക്കിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് നോക്കി, കിട്ടിയില്ല. നെക്സ്റ്റ് ഡേ നോക്കി, കിട്ടിയില്ല. അങ്ങനെ ഏകദേശം 7 ഡേയ്സും നോക്കി. അവസാനത്തെ ലൈവിന് തൊട്ട് മുന്നേ ഉള്ള ലൈവിലാണ് പുള്ളിക്ക് അത് കിട്ടുന്നത്. എല്ലാവരും ഗിവപ്പ് ചെയ്യുന്ന സാധനം ജെക്കി മാത്രം ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു. പേര് ഓപ്പണിംഗ് സീരീസിന് വേണ്ടിയിട്ട് പുതിയ ക്യാമറയും മൈക്കും വരെ വാങ്ങി. നമ്മുടെ ഒപ്പാന്ന് വിളിക്കുന്നവളുടെ തല തല്ലി പൊളിക്കുന്ന ഒരു ജെക്കി ഞങ്ങൾക്കുണ്ടായിരുന്നു. അതൊക്കെ പഴയ കാലം. ഈ മനുഷ്യനെങ്ങാനും പണ്ട് ആഗ്രഹിച്ചിരുന്നത് പോലെ വല്ല ലൈവ് ഗെയിമർ ആയിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം തീരുമാനമായേനെ. നന്നായി ജെക്കി, നീ ആർമിനെ കണ്ടത്. ഇതുവരെ വളരെ നോർമൽ ആയിരുന്നു. ലൈവ് വരുന്നു, പേര് നോക്കുന്നു, കിട്ടുന്നില്ല, ലൈവിൽ നിന്ന് പോകുന്നു, വീണ്ടും വരുന്നു, ബർഗർ കഴിക്കുന്നു, പോകുന്നു, ഇത് തന്നെ റിപ്പീറ്റ്. എന്നാ ഒരു ലൈവ് ഗെയിമിംഗ് സീരീസ് കൂടെ ജെക്കി സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്നാണ് കണ്ടന്റുകളുടെ പെരുമഴ. കുക്കിമോൻ ഞങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഐശ്വര്യം. ഈ ലൈവ് ഗെയിമിംഗ് സീരീസിൽ ആമീസ് ഒരു ദയം ദാക്ഷിണ്യം ഇല്ലാതെ ജെക്കിനെ അമ്മാനെ ആട്ടുകയായിരുന്നു. എനിക്ക് തോന്നുന്നു അതെല്ലാം നംജൂൺ ബൈസ്റ്റ് ആമീസ് ആയിരിക്കുമെന്ന്. കാരണം ഈ ഡിയർ ഡയറി ചെറുക്കനാണല്ലോ അവരുടെ മുന്നിൽ ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ട് തന്നെ ഈ സീരീസ് അവരെ നല്ലപോലെ അങ്ങ് മുതലാക്കി എന്നതാണ്. സ്റ്റാർട്ടിംഗ് വളരെ സൗമ്യമായിട്ടാണ് തുടങ്ങിയതെങ്കിലും ജെക്കിയുടെ ഒരൊറ്റ ഡിസ്ക്ലെയിമർ അതെല്ലാം തലകീഴാക്കി. എന്താന്നല്ലേ പറഞ്ഞുതരാം. ആമീസെ, നിങ്ങൾ എന്നോട് വളരെ ഈസി ആയിട്ടൊന്നും നിൽക്കണ്ട കേട്ടോ. ഞാൻ കളിച്ച് ജയിച്ചോളാം. തീർന്ന് അതോടെ തീർന്ന്. അന്ന് ഞാൻ അതെന്തിനു പറഞ്ഞു എന്ന് ജെക്കിക്ക് തോന്നുന്ന രീതിയിൽ വരെ ആമീസ് പണിഞ്ഞു. പിന്നെ അടിയോടടിയായിരുന്നു. ഇന്നൊന്നും ഓർമ്മയില്ലടോ. ബുള്ളിയിങ്ങിന്റെ ഒക്കെ എക്സ്ട്രീം വേർഷൻ ആയിരുന്നു കാണാൻ പറ്റിയിരുന്നത്. ജെക്കി ഒട്ടും മോശമൊന്നല്ല. തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ടൈം ഒക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഇടയില് ആമീസിന്റെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഒരു പില്ലറിന്റെ മണ്ടയ്ക്ക് കയറി അങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ സേഫായി എന്ന് ജെക്കി വിശ്വസിച്ചതിനുള്ളില് ഒരു ബോംബ് വീണു. ഇതാണ് ജെക്കി പറയുന്നത് അതിബുദ്ധി ആപത്തെന്ന്. അതിനിടയ്ക്ക് വെച്ചിട്ട് ഒരു ഡ്രാമ മൊമെന്റ് ഒക്കെ നടന്നായിരുന്നു. ഉമ്മ വയ്ക്കുന്നു, അടുത്ത് നിൽക്കുന്നു, തൊപ്പി കൊണ്ടുവന്ന് കൊടുക്കുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ ജെക്കി ഓർത്തു, ഞാൻ ബിലൗഡ് സമ്മറിലല്ല നിൽക്കുന്നത്, മറിച്ച് സ്ക്വിഡ് ഗെയിമിലാണെന്ന്. തീർന്നില്ലേ? വീണ്ടും ആദ്യം മുതലേ തുടങ്ങി. ടൈറ്റാനിക് ഉണ്ടാക്കാൻ നോക്കി വന്ന ഒരു ആർമീനെ മുക്കി കളഞ്ഞ ഐസ്ബർഗ് ആണ് നമ്മുടെ ജെക്കി. അവന്റെ ഒടുക്കത്തൊരു ടൈറ്റാനിക് ഉണ്ടാക്കി കളിക്കലി എല്ലാം മുങ്ങിപ്പോട്ടെ. ഇവിടെ നിന്ന് കിട്ടിയ അടിയും ഇടിയും ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുള്ളി നേരെ പബ്ജിയിലോട്ട് അങ്ങ് പോയി. നിക്കറും കോട്ടും ഒക്കെ ഇട്ടോണ്ടൊരു രൂപം. ചിലപ്പോ പാന്റ് ഇടാൻ മറന്നു പോയതായിരിക്കും അല്ലേ ജെക്കി? സോറി, ഞാനൊന്നും ഇടപെടുന്നില്ലേ. എന്തായാലും അവിടെ ജെക്കി വന്നവരെയും പോയവരെയും എല്ലാവരെയും ബോംബിട്ടങ്ങ് കൊന്നു. അങ്ങനെ ഞാനും നെക്സ്റ്റ് ലൈറ്റ് ആയി. കുറച്ച് കഴിഞ്ഞപ്പോ കുറെ ആർമീസിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു നല്ല ഒന്നാന്തര ഇടിയും കിട്ടി. ഒരു ഗുണ്ടായിട്ട് തല്ലുന്നതിനൊരു പരിധിയില്ലേ? ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. ഓരോ ഇടിയും കിൻഡല് കണക്കിനുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ലൈവ് ഗെയിമിംഗ് സീരീസ് മുഴുവനും ന്യൂട്ടന്റെ 3rd ലോ പോലെയായിരുന്നു. മനസ്സിലായില്ലേ? എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സന്തോഷായില്ലേ ജെക്കെ? സന്തോഷായി, നല്ല സന്തോഷായി. എനിക്കറിയാം വളരെ സന്തോഷായി. ആ മുഖം കണ്ടാൽ അറിയാം തൃപ്തിയായി. എനിക്കൊന്നും ആയില്ല, എനിക്കെല്ലാമായി തൃപ്തിയായി. ഇതില് ഏറ്റവും കൂടുതൽ ഫണ്ണിയസ്റ്റ് പാർട്ട് ഏതാന്ന് ചോദിച്ചാ ഞാൻ പറയും അത് ഈ സെൽഫി ടൈം ആണെന്ന്. ജെക്കിയുടെ കൂടെ നിന്നൊരു സെൽഫി എടുക്കാൻ പൊരിഞ്ഞ പോരാട്ടം അല്ലായിരുന്നു. പൊരിഞ്ഞ പോരാട്ടം യുദ്ധം തന്നെ നടത്തിന്ന് വേണം പറയാൻ. അതില് ജെക്കിനെയൊക്കെ അമ്മാനാട്ടുകയായിരുന്നു. പറക്കുമായിരുന്നു പുള്ളി. ആ സെൽഫിയുടെ ഒക്കെ ഒരു അവസ്ഥ നോക്കണം. ഇത് കണ്ടിട്ട് പുള്ളിക്ക് പോലും ചിരി നിർത്താൻ പറ്റിയിട്ടില്ല. പിന്നെ പാവം നമ്മുടെ ആമീസിന്റെ കാര്യം പറയാനുണ്ടോ?
അത് കഴിഞ്ഞ് പിന്നെ മൂവിങ് ക്യാമറയുടെ ഉദ്ഘാടനം, പിന്നെ പുതിയ മൈക്കിന്റെ ഉദ്ഘാടനം, ലാസ്റ്റ് ആയിട്ട് ഒരു മിനി കൺസേർട്ടും തന്ന് ഇനി ഞാൻ കുറച്ചു നാളത്തേക്ക് ലൈവ് വരില്ല എന്ന് പറഞ്ഞ് ടാറ്റ ബൈയും തന്നു പോയി. സോ ഇത്രയായിരുന്നു ചെക്കയുടെ കഴിഞ്ഞ ആഴ്ചത്തെ ലൈവ് അട്രോസിറ്റീസ്. ഒരു സംഭവബഹുലമായ ആഴ്ചയായിരുന്നു. എന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ തപ്പിപ്പിടിക്കാൻ കുറച്ച് നാളെടുത്തു, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. ഐ എം സോ സോറി ഗൈസ്. നിങ്ങൾ നമ്മുടെ ഫാമിലി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു ബെൽ ഐക്കണും കൂടി ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. സോ അത്രേ ഉള്ളൂ. പിന്നെ ലൈവ് ഗെയിമിംഗ് സീരീസിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ മുക്കിയിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, പുതിയൊരു വീഡിയോ ചെയ്യാനായിട്ടാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയുക, നമുക്ക് പുതിയൊരു വീഡിയോ ചെയ്യാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ആമീസിന്റെ ചില മ്യാരക ഫാൻ എഡിറ്റ്സ് വേർഷൻ കാണാം. Until this is bye from Fan Forget Myself. Love you.